നമസ്കാരം. ഉദയം മലയാളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നൊരു നല്ല ദിവസം ആശംസിക്കുന്നു. ആദ്യം പോകാം പ്രധാന തലക്കെട്ടുകളിലൂടെ. നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് സഭ ചരമോപചാരം അർപ്പിക്കും. ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ചയും തുടരും. അതേസമയം ഇന്നും സഭ പ്രക്ഷുബ്ധമാക്കാൻ പ്രതിപക്ഷ തീരുമാനം. CPM സംസ്ഥാന സമിതി യോഗം രണ്ടാം ദിവസവും തുടരും. ഇന്നലെ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വിമർശനം ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരമെന്ന വിമർശനം. തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യം. വന്യമൃഗശല്യത്തിൽ സർക്കാരിനെതിരെ തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. വനം വകുപ്പിനും മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം. മന്ത്രിയോട് പറഞ്ഞ പരാതികൾ ചെന്നുപതിച്ചത് ബധിരകർണങ്ങളിലെന്നും പാംപ്ലാനി. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ യു-ടേൺ അടിച്ച KSRTC. പുതുതായി 220 ഡീസൽ ബസ്സുകൾ വാങ്ങാൻ ടെൻഡർ ക്ഷണിച്ചു. പുതിയ നീക്കത്തിന് പിന്നിൽ ഈ ബസ്സുകളോടുള്ള ഗതാഗത മന്ത്രിയുടെ അനിഷ്ടം. തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യ. പ്രതി ബിനോയ് റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. തിരുവനന്തപുരം ACGM കോടതിയുടേതാണ് നടപടി. സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതി പ്രതിസന്ധിയിൽ. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മതിയായ ജീവനക്കാരില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമനാധികാരത്തിലും അവ്യക്തത. പിന്നിൽ രാഷ്ട്രീയ ഇടപെടലെന്ന ആരോപണം. തിരുവനന്തപുരത്ത് ചികിത്സ ലഭിക്കാതെ മരണം. മെഡിക്കൽ കോളേജിനും SK ആശുപത്രിക്കുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. തിരുവനന്തപുരം അരുവിക്കര സ്വദേശി അഖിൽ മോഹനാണ് മരിച്ചത്. തമിഴ്നാട്ടിലേക്കുള്ള സ്വകാര്യ അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ വ്യാപകമായി റദ്ദാക്കി. തമിഴ്നാട് രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനങ്ങൾ കൂടുതൽ നികുതിയൊടുക്കണമെന്ന തമിഴ്നാട് MVDയുടെ നിലപാടിന് പിന്നാലെയാണ് തീരുമാനം. സ്വകാര്യ സർവീസുകൾ നിർത്തലാക്കിയതോടെ യാത്രക്കാർ പ്രതിസന്ധിയിൽ. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ഹരിയാന MLA കിരൺ ചൗധരി. തൊട്ടുപിറകെ രാജിവെച്ച മകളും മുൻ MAയായ ശ്രുതി ചൗധരി. പാർട്ടിയിൽ തന്നെ പോലെ സത്യസന്ധമായ ശബ്ദത്തിന് ഇടം ലഭിക്കുന്നില്ലെന്ന് കിരൺ ചൗധരി. ഇരുവരും ഇന്ന് BJPയിൽ ചേരാൻ സാധ്യത. കർഷകരെ വാനോളം പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM കിസാൻ പദ്ധതിയുടെ 17ാം ഗഡു പ്രകാശനം ചെയ്തു. കർഷകർക്ക് ലഭിക്കുക 20,000 കോടിയിലധികം രൂപയുടെ ആനുകൂല്യങ്ങളെന്നും മോദി. പ്രകാശനം പ്രധാനമന്ത്രി പദവിയിലെത്തിയതിനു ശേഷമുള്ള ആദ്യ വാരാണസി സന്ദർശനത്തിൽ. സിക്കിമിലെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ 1225 വിനോദസഞ്ചാരികളെ രക്ഷപ്പെട്ടു. ഒറ്റപ്പെട്ടു പോയവർക്കായി തിരച്ചിൽ തുടരുന്നു. പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് സൈന്യം. പ്രതികൂല കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വൈകുന്നു. ജമ്മുകശ്മീരിലെ ചലാർ വനമേഖലയിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും ചേർന്ന് തീയണയ്ക്കുവാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. അപകട കാരണം വ്യക്തമല്ല. പടിഞ്ഞാറൻ ഡൽഹിയിലെ രജൌരിയിൽ വെടിവെപ്പ്. ഒരാൾ കൊല്ലപ്പെട്ടു. ബർഗർ കിംഗ് എന്ന സ്ഥാപനത്തിലാണ് വെടിവെപ്പുണ്ടായത്. അക്രമി 10 റൗണ്ട് വെടിയുതിർത്തതായി ഡൽഹി പോലീസ്. അക്രമിക്കായുള്ള തെരച്ചിൽ ഊർജിതം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ഡൽഹി പോലീസ്. നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നിയമം കൊണ്ടുവരുന്ന രാജസ്ഥാൻ. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ നിലപാട് അറിയിച്ചു. പല സംസ്ഥാനങ്ങളും മതപരിവർത്തനത്തിനുള്ള സുരക്ഷിത കേന്ദ്രമെന്നും രാജസ്ഥാൻ സർക്കാരിന്റെ വിമർശനം. ബീഹാറിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു. ബക്ര നദിയിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നത്.
കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായതാണ് അപകട കാരണം. ആളപായമില്ലെന്ന് റിപ്പോർട്ട്. ഉത്തരാഖണ്ഡ് ഋഷികേശിൽ കാട്ടുതീ. വനത്തിന് സമീപത്തെ ഗോഡൌണുകളിലേക്കും തീ പടർന്നു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. രാജ്യത്ത് പുതിയ പോസ്റ്റൽ നിയമം പ്രാബല്യത്തിൽ. നിലവിൽ വന്നത് പൗരന്മാർക്ക് ലളിതമായ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പോസ്റ്റ് ഓഫീസ് ആക്ട് 2023. ഇനങ്ങളുടെ വിലാസം, തപാൽ കോഡുകളുടെ ഉപയോഗം എന്നിവയ്ക്കുള്ള മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ നിയമം. തീപിടുത്തത്തിൽ മരണപ്പെട്ടവർക്ക് കുവൈറ്റ് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ട്. കുടുംബങ്ങൾക്ക് 12.5 ലക്ഷം രൂപ ധനസഹായം നൽകും. എംബസികൾ വഴി വിതരണം ചെയ്യുമെന്നും കുവൈറ്റ് ഭരണകൂടത്തെ ഉദ്ധരിച്ച അറബ് മാധ്യമങ്ങൾ. അതേസമയം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല.